ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂടെ എന്ന സീരിയലിൽ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ ഡിവോഴ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾക്ക് ശേഷം ഹരീഷ് വന്ന് സുഭാഷിനോട് മാപ്പ് പറയുകയാണ്. കാരണം അന്ന് ഭാസ്കരൻ രണ്ടുപേരുടെയും മാരേജ് ഫോട്ടോ കൊണ്ട് ചുമരിൽ തൂക്കിയ സമയത്തും ഭാസ്കരൻ സുധീഷിനെ മുറിയിലിട്ട് കയറുന്ന സമയത്തൊക്കെ സുഭാഷ് അതിനെ ശക്തമായി എതിർത്തിരുന്നു. കാരണം സുഭാഷായിട്ട് സത്യമൊക്കെ അറിയാമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ വിഷമം പെട്ടെന്ന് ഹരീഷിന് വന്നു. കാരണം ആ സമയത്തെല്ലാം ഹരീഷ് സുഭാഷിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം സുധീഷ് ഏട്ടൻ ആദ്യം കല്യാണം കഴിച്ചതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കുറ്റബോധം ഹരീഷിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഹരീഷ് വന്ന് മാപ്പ് പറയുകയാണ്. അവൻ സാരമില്ലടാ, നീ അറിഞ്ഞുകൊണ്ടല്ലോ അതും ചെയ്തത്, അറിയാതെയല്ലേ, എനിക്ക് ആ സമയത്ത് ആ കുട്ടിയുടെ കൂടെ മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളായിരുന്നു. സാരമില്ല, ഇനി എന്ത് വേണമെങ്കിലും ഇത് തീരുമാനിക്കട്ടെ, നമ്മൾ ആ കുട്ടി ഒരിക്കലും ശല്യം ചെയ്യരുത്. ഇത്രയും ദിവസം നമുക്ക് വേണ്ടി ആ കുട്ടി ഇതെല്ലാം സഹിച്ചു, ഇനി അതിനെ വിഷമിപ്പിക്കരുതെന്ന് പറയും. ഇല്ല സുഭാഷ് ഏട്ടാന്ന് പറയും. അങ്ങനെ രാത്രി എല്ലാവരും കൂടി ഹോളിൽ വന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഉറങ്ങാതെ ഹരീഷിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുവാണ്. എന്താടോ താൻ ഉറങ്ങിയില്ലെന്ന് ചോദിക്കും. ഇല്ലടാ, ഞാൻ ഈ പറയുന്നത് കള്ളമല്ല, നിധിക്കിത് ഒരു ഫേക്ക് മാരേജ് ആയിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല, അവളെ കണ്ട നാളെ തൊട്ട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതൊരു കല്യാണാലോചന വരെത്തിയ സമയത്തും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ കല്യാണം നടന്നത്. പക്ഷേ എനിക്കൊരിക്കലും അവളെ പിരിയാൻ കഴിയില്ല. ഞാനല്ല ഡിവോഴ്സിന് പോയത്, നിധി സ്വന്തം ഇഷ്ടത്തിന് പോയതാണെന്നൊക്കെ പറയും. ഞാൻ ആവുന്ന തടയാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും. സാരമില്ലടോ, താൻ വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സുഭാഷും ഹരീഷും കൂടി ചേർന്ന് നമ്മുടെ സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നിധി എഴുന്നേക്കുന്ന സമയത്ത് ആരും ഉറക്കം എഴുന്നേക്കത്തില്ല. എല്ലാവരും ഇങ്ങനെ ഹോളിൽ കിടക്കുവാണ്. അപ്പോഴത്തേക്ക് നിധി എഴുന്നേറ്റ് വന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ട്. മുറ്റമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് സുഭാഷ് പറയും, ആ മോൾ എഴുന്നേറ്റോ എന്ന് പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചായ ഇടാം. വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ചായ ഇടാമെന്ന് പറയും. അത് വേണ്ട എന്ന് പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് കിച്ചണിലോട്ട് പോകുമ്പം നികേഷൊക്കെ എഴുന്നേക്കും. നികേഷ് നിധിയോടൊന്നും സംസാരിക്കത്തില്ല. നിധിക്കത് ഭയങ്കര വിഷമമാവും. എന്താ നികേഷ് നീ എന്നോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കും. ഒന്നുമില്ല ഏട്ടത്തിയമ്മ ഇവിടുന്ന് പോവില്ലേ എന്നൊക്കെ പറയും. അത് ചോദിക്കും, ഏട്ടത്തിയമ്മ ഞാൻ ഒന്നുകൂടി പറയാം, ഏട്ടത്തിയമ്മയെ വിളിക്കാമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയും. ഞാൻ ഏട്ടത്തിയമ്മയെന്നല്ലേ വിളിച്ചിട്ടുള്ളൂ എപ്പോഴും, ഏട്ടത്തിയമ്മ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഏട്ടത്തിയമ്മ എന്നൊക്കെ പറയും. അത് നികേഷ് അവരെ ഞാൻ ഒരു തവണയും കൂടി എൻ്റെ ഒരു അപേക്ഷ ഏട്ടത്തിയമ്മ ഇവിടുന്ന് പോകരുത്. അപ്പോൾ സുഭാഷ് വന്നിട്ട് പറയും, നിധിക്ക് ഇവിടുന്ന് ജോലിക്ക് പോകാം, നിധിക്ക് ഇവിടുന്ന് താമസിക്കാം, ഞങ്ങളെക്കൊണ്ടൊരു ശല്യവും നിധിക്ക് ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. നിധിയുടെ കാല് പിടിക്കുന്ന പോലെ എല്ലാവരും പറയും ഇവിടുന്ന് പോകരുതെന്നൊക്കെ. നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ന് പറയും. ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അതിനുശേഷം നമ്മുടെ സാന്ദ്ര നിധിയെ ഫോൺ വിളിക്കുന്നുണ്ട്. അവൾ പറയും, നിധി എന്തായി ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ, അത് ശരിയല്ല എടുത്ത്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആധാറിൻ്റെ നമ്പർ അയച്ചു തരാം, നീ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് റെഡി ആയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ നീ അവിടെ താമസിക്കുന്നത് അത്ര സേഫ് അല്ല. ഒന്നാമത് 5 ആണുങ്ങൾ മാത്രമുള്ളൊരു വീടാണ് അത്. പിന്നെ സുധീഷിൻ്റെ അച്ഛൻ അവരുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഒട്ടും അവിടെ സുരക്ഷിതയല്ലെന്നൊക്കെ പറയും. അതെന്തായിട്ട് 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ താമസം എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഏട്ടത്തി, ഞാനിവിടെ വളരെയധികം സുരക്ഷിതയാണെന്നൊക്കെ നമ്മുടെ നിധി പറയും. അങ്ങനെ നിധി അവിടുന്ന് പോവില്ല എന്നുള്ള കാര്യം സുധീഷിനോട് ഹരീഷ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷിനും നല്ല സന്തോഷമാവും. കാരണം ആൾക്കാരുടെയൊക്കെ മുമ്പിൽ നിധി ഭാര്യയാണെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് പോകുമ്പം അതിൻ്റെ ഒരു സങ്കടവും സുധീഷിനുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം നിധി കിളിക്കൂട് വിട്ട് പോകത്തില്ല എന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇനി അവർ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ആയിരിക്കും. അതിൻ്റെ വരും ദിവസത്തെ കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.